Good afternoon, Miss. Good afternoon, Miss. Okay. Good afternoon, Miss. Good afternoon. Good afternoon, Miss. Yes. സെലിന നേരത്തെ ഉണ്ടായിരുന്നില്ല മോളെ? രാവിലത്തെ ക്ലാസ്സിൽ സെലിന ഉണ്ടായിരുന്നല്ലോ. ആ സന ആയിരുന്നു അല്ലേ? അതിന് സന ഇപ്പോഴും കാണുമല്ലോ. Take your Hindi text. Okay, good afternoon. Hindi textbook എടുത്ത് വെച്ച്. Yes, Miss. Good afternoon, Miss. Good afternoon. എല്ലാവരും വീഡിയോ ഓൺ ചെയ്തിരുന്നേ. How are you, Miss? I am fine. How are you, Miss? I am fine. Good afternoon, Miss. Good afternoon. എല്ലാവരും ഒരു തവണ പ്രസന്റ് ടൈപ്പ് ചെയ്തേ. ഒറ്റ തവണ. ഒറ്റ തവണ മാത്രമേ. 5 പ്രാവശ്യമൊന്നും ടൈപ്പ് ചെയ്യണ്ട. ഒരു തവണ മാത്രം ടൈപ്പ് ചെയ്യും. ടൈപ്പ് ചെയ്തോ? Yes, Miss. Okay. Yes. അപ്പൊ നമ്മൾ കഴിഞ്ഞ രാവിലെ ക്ലാസ്സിലെ സാഹസി നേത്രാവതി എടുത്തു അല്ലെ? നേത്രാവതി അല്ലെ? നേത്രാവതിയുടെ അതിഗംഭീരമായത് സാഹസമുള്ള ഒരു കഥ നമ്മൾ എടുത്തു. അതിന്റെ വർക്കുകളാണ് ഇനി പറയുന്നത്. പേജ് നമ്പർ 27. Yes. ഈ പാഠം ഒന്നും കൂടി വായിച്ചു തരുമോ? 5ാമത്തെ റിലു ആണോ പറയുന്നേ? മിസ് വായിച്ചുതരും. വായിച്ചുതരാം. കുറച്ച് വർക്കുകൾ പറഞ്ഞിട്ട് വായിച്ചുതരാം കേട്ടോ. ഓക്കെ. ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. പേജ് നമ്പർ 27. 27ല് ആദ്യം നിങ്ങൾ നോട്ട്ബുക്കിലൊക്കെ എഴുതേണ്ട ഏതാണ്? വേർഡ് മീനിങ്, ശബ്ദാർത്ഥം. മിസ് ഒന്ന് വായിച്ചു തരാം. നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണേ. പേജ് നമ്പർ 27 എടുക്കുക. വേർഡ് മീനിങ് എടുത്ത് വെച്ച് എല്ലാവരും മിസ് വായിക്കുമ്പോ ഒന്ന് മനസ്സിൽ ഓടിച്ച് വായിക്കണേ. നോക്കുക. ഉമ്ര ഏജ്, സച്ച് എ വീർ, ട്രൂ ഹീറോ, അദ്ഭുത്, അമേസിംഗ്. എന്താണ്? ആരാണ്? പറഞ്ഞോളൂ. ഗണതന്ത്ര ദിവസ്, എ നാഷണൽ ഫെസ്റ്റിവൽ അല്ലെങ്കിൽ റിപ്പബ്ലിക് ഡേ. പ്രധാനമന്ത്രി, പ്രൈം മിനിസ്റ്റർ. മരണോപരാന്ത്, ആഫ്റ്റർ ഡെത്ത്, മരണത്തിന് ശേഷം. രാഷ്ട്രീയ വീരതാ പുരസ്കാർ, നാഷണൽ ബ്രേവറി അവാർഡ്. സമ്മാനിത്, ഹോണേഡ്. ഘടന, ഇൻസിഡന്റ്. ഗഹരായി, ഡെപ്ത്. അന്താസ, ഐഡിയ. ധ്യാൻ, അറ്റൻഷൻ. വേർഡ് മീനിങ് വായിക്കുകയാണ് മോനെ. വേർഡ് മീനിങ് പേജ് നമ്പർ 27ലെ വേർഡ് മീനിങ് വായിക്കുകയാണ്. എല്ലാവരും നോക്ക്. ധ്യാൻ, അറ്റൻഷൻ. മസേ സെ, വിത്ത് പ്ലഷർ. ചലാംഗ്, ജമ്പ്. പലക് ചബക്തേ ഹി, ഇമ്മീഡിയറ്റ്ലി. घबराहट, nervousness. बहादुरी, bravery. गर्व, proud. रक्षा, protection. सना സനേനെ കാണുന്നില്ലല്ലോ വീഡിയോയില്. ജോമൽ ജോൽ വീഡിയോ ഓൺ ചെയ്തിരുന്നാ മതി ക്ലാസ്സില്. സന മൻസൂർ. സനയെ കാണുന്നില്ലല്ലോ വീഡിയോയില്.
കേൾക്കാമോ? എന്താണ്? ഭക്ഷണം കഴിക്കുന്നുണ്ടായിനെ. എപ്പോ? എന്റെ ചോദ്യം രാവിലെ. അതൊക്കെ രാവിലെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ സന? ഇല്ല, ഉമ്മ വിളിച്ചു പറഞ്ഞിട്ടില്ലേ? സനേന്റെ എന്നെ വിളിച്ചു പറഞ്ഞോ? മദ്രസയിലെ ഗൂഗിൾ. യെസ്, ഓക്കെ. മറന്നുപോയി. അപ്പൊ യൂട്യൂബിൽ ക്ലാസ് ഒന്ന് കാണണേ അത്. എല്ലാം വെച്ചേക്കണേ കേട്ടാ. യൂട്യൂബിൽ ക്ലാസ് കാണണേ. ഓക്കെ. ഇനി സമാനാർത്ഥി ശബ്ദ അത് നോട്ടിലേക്ക് എഴുതണം. സമാനാർത്ഥി ശബ്ദം എന്ന് പറഞ്ഞാല് പര്യായ പദം. വേർഡ് മീനിങ് നോട്ടിലേക്ക് എഴുതുക. സമാനാർത്ഥി ശബ്ദം നോട്ടിലേക്ക് എഴുതുക. മിസ് പറയുന്നത് കൃത്യമായി ശ്രദ്ധിച്ച് അവിടെ ഇരുന്നു. സമാനാർത്ഥി ശബ്ദം പര്യായ പദം എന്നാണ് അർത്ഥം. വീര്, ബഹാദുർ, സാഹസി. താലാബ്, സരോവർ, താല്. സമൈ, കാൽ, അവധി. ഇത് നോട്ടിലേക്ക് വേണം. ഹോംവർക്ക് അവിടെ സൈഡിൽ എഴുതി വെച്ചോ. ഇന്ന് തന്നെ രാത്രി 8 മണിക്ക് മുന്നേ എനിക്ക് ഇതെല്ലാം അയച്ചു തരണം എഴുതിയിട്ട്. ഒരാള് സിദ്ധാന്തം ഒഴികെ, സിദ്ധാന്തിന് മുന്നേ ടെക്സ്റ്റ് ബുക്ക് ഒന്നും എടുത്തിട്ടില്ല, സിദ്ധാന്തിന് മാത്രം ഞാൻ ഒഴിവ് തരുന്നു. ബാക്കി എല്ലാ കുട്ടികളുടെയും പേര് ഞാൻ മാർക്ക് ചെയ്യും. ഇന്ന് 8 മണിക്കുള്ളിൽ അയച്ചു തരാത്ത കുട്ടികൾ ഇനി അടുത്ത ക്ലാസ് മുതൽ ഹിന്ദിയുടെ ക്ലാസ്സിൽ ഇരിക്കേണ്ടതില്ല കേട്ടോ. ഒന്നുകൂടി പറയാം. മിസ് പറഞ്ഞോണ്ടേയിരിക്കാം. നിങ്ങൾ മെല്ലെ മെല്ലെ കയറി വന്നാൽ മതി ക്ലാസ്സിൽ കേട്ടോ. പേജ് നമ്പർ 27 വേർഡ് മീനിങ് നോട്ട്ബുക്കിലേക്ക് എഴുതുക. താഴെയുള്ള സമാനാർത്ഥി ശബ്ദം നോട്ട്ബുക്കിലേക്ക് എഴുതുക. മുഹാവരയും എഴുതുക. മുഹാവരെ സാംസ് ദംന എന്ന് പറഞ്ഞാല് മരിച്ചു പോവുക, മർജാന. പ്രാണോത്തി ബാജി ലഗാന എന്ന് പറഞ്ഞാല് അപ്പിനി ജാൻ സങ്കടമേ ഡാൽന, തന്റെ ജീവിതം സങ്കടത്തിലാവുക, തന്റെ ജീവൻ അപകടത്തിലാവുക. അപ്പൊ ഈ ബോക്സിലുള്ളവയെല്ലാം മിസ് പറയുന്ന ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. മിസ് പറഞ്ഞ ശ്രദ്ധിക്കേ. മിസ് പറഞ്ഞത് വേർഡ് മീനിങ് സമാനാർത്ഥി ശബ്ദം മുഹാവര. യെസ്, പറഞ്ഞോ. എനിക്ക് ഇന്ന് രാത്രി 8 മണിക്ക് അയക്കാൻ പറ്റില്ല. എന്താ കാരണം? ഞാൻ ഈ ക്ലാസ് വെക്കുന്ന വേറെ ഫോണിലാണ്. വേറെ ഫോണിൽ പറഞ്ഞാൽ വീട്ടിലല്ലേ ഉള്ളത്? അല്ല, ഉമ്മയില്ല വീട്ടില്. അപ്പൊ അടുത്ത വീട്ടിലാണോ ഉള്ളത്? എന്റെ ഉമ്മാന്റെ ഏട്ടത്തിന്റെ വീട്ടിലല്ലേ. അതെ. അപ്പൊ നീ രാത്രിയിലും ഉമ്മയുടെ അടുത്ത് എത്തില്ല, ഉമ്മന്റെ അടുത്തേക്ക് വരില്ല, എങ്ങനെയാണ്? വേഗം പറ. ഉമ്മ വരാൻ വൈകും. ഒരു കാര്യം ചെയ്യ്, ഇന്ന് അയച്ചോ, ഈ ഫോണിന്ന് അയച്ചോ. പേര് മിസ്സിന്റെ നമ്പർ ഇല്ലാഞ്ഞിട്ടാണ്. മിസ്സിന്റെ നമ്പർ ആ ഗ്രൂപ്പിലുണ്ട്, ക്ലാസ് ഗ്രൂപ്പില്ലേ? ഗ്രൂപ്പില്ല. അപ്പൊ ഒരു കാര്യം ചെയ്, പിന്നെ ഉമ്മയോട് വിളിച്ചു വെച്ചിട്ട് നമ്പർ വാങ്ങിക്കൂടെ മിസ്സിൻ്റെത്? എന്റെ ഉമ്മയുടെ നമ്പറിൽ വിളിച്ച് ചോദിക്കുക, എന്നിട്ട് എന്റെ നമ്പർ വാങ്ങുക. അങ്ങനെയും വഴി കണ്ടെത്ത് ഷഹ്മ. എന്താ ഇത്? ഓക്കെ. ഇനി ശ്രുതലേഖ ഡിറ്റേഷൻ. നേത്രാവതി മരണോപരാന്ത് പ്രധാനമന്ത്രി രാഷ്ട്രീയ പുരസ്കാർ സമ്മാനിത പ്രാൺ സാംസേ. ഇവ സമയം കിട്ടുമ്പോഴൊക്കെ എഴുതി പഠിക്കാം. അതിൽ നിന്ന് 2 or 3 വാക്കുകള് ഏതിലെഴുതണം? ഏതിലെഴുതുക? ഇത് കോപ്പിറൈറ്റിംഗ് അല്ലേ?
കോപ്പി റൈറ്റിംഗിൽ എഴുതണം 2 or 3 വാക്കുകൾ. ബാക്കിയുള്ളവ നിങ്ങൾ സമയം കിട്ടുമ്പോൾ റഫിൽ എഴുതി പഠിക്കാം. ഇനി പേജ് നമ്പർ 28 എടുത്തോ. ഇനി മിസ് പറയുന്നതെല്ലാം കൃത്യമായി ശ്രദ്ധിക്കണം. മിസ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് അവിടെ ഇരിക്കണം. രണ്ടാമത് അത് പറയോ ഇത് പറയോ എന്ന് ചോദിക്കല്ലേ, ശ്രദ്ധിച്ചിരുന്നോ? ഓറൽ ക്വസ്റ്റ്യൻസ്, മൗഖിക പ്രശ്നം മിസ് ചോദിക്കാം, ആൻസർ പറഞ്ഞോ. നേത്രാവതി കാ ജന്മ കഹാം ഹുവാ ഥാ? എവിടെയാണ് നേത്രാവതി ജനിച്ചത്? പറഞ്ഞോ. ടെക്സ്റ്റ് വായിച്ചിട്ട് വരാൻ വേണ്ടി 2 തവണ. കർണാടക. വെരി ഗുഡ്. കർണാടക. ഇനി ദോനോ ലഡ്കെ കഹാമായേ? 2 കുട്ടികളും എവിടേക്കാ വന്നത്? 2 കുട്ടികളും നേത്രാവതി താലാബ് കെ പാസ് ക്യാ കർ രഹി തീ? നേത്രാവതി ആ കുളത്തിന്റെ സൈഡിൽ നിന്ന് എന്ത് ചെയ്യുകയായിരുന്നു? പിന്നെ നേത്രാവതി को किस पुरस्कार से सम्मानित किया गया? നേത്രാവതിക്ക് ഏത് പുരസ്കാരമാണ് ലഭിച്ചത്? ധൈര്യ. അതിന്റെ പേരില്ലേ പുരസ്കാരത്തിന്? രാഷ്ട്രീയ വീരതാ പുരസ്കാർ. പ്രധാനമന്ത്രി കിട്ടിയ പുരസ്കാരമാണെന്ന് രാഷ്ട്രീയ വീരതാ പുരസ്കാർ. ഇനി നമുക്ക് എഴുതേണ്ട ക്വസ്റ്റ്യൻ ആണ് ഇനി പറയാൻ പോകുന്നത്. നോട്ട്ബുക്കിലേക്ക് നമ്മൾ ആ മുകളിലെ ബോക്സിൽ എഴുതി കഴിഞ്ഞു. അടുത്തത് എഴുതണം, ഇത് എഴുതണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സച്ചേ വീർ കൈസേ ഹോത്തെ ഹേ? നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടില്ലേ? സച്ചേ വീർ കൈസേ ഹോത്തെ ഹേ. എന്താ അതിന്റെ ആൻസർ? പേജ് നമ്പർ 25 ഫസ്റ്റ് പാരഗ്രാഫിലുണ്ട്. സച്ചേ വീർ ബച്പൻ സേ ഹി അത്ഭുത സാഹസേ ബരേ ഹോത്തെ ഹേ. ഒരു യഥാർത്ഥ വീരൻ എന്ന് പറഞ്ഞ എന്താണ്? വീരത എന്ന് പറഞ്ഞത് അവര് കുട്ടിക്കാലത്ത് തന്നെ അവർ എന്തെങ്കിലും ഒരു ധൈര്യത്തോടുള്ള എന്തെങ്കിലും ഒരു പ്രവർത്തനം, അത്ഭുത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അവരെയാണ് നമ്മൾ വീരന്മാർ, അതായത് ധൈര്യത്തിൽ ചെയ്യുന്നവരെയാ പറയാം. അത് ഒന്നിന്റെ ആൻസർ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തിന്റെ ആൻസർ എന്താ? तालाब में डूब रहे बच्चों के नाम और उनकी आयु क्या थी? പേജ് നമ്പർ 26 നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തു. ബഡേ 16 വർഷ കെ മുദു കോ ബചായ. ആദ്യം മൂത്തവൻ മകൻ, അതായത് 16 വയസ്സുള്ള കുട്ടി, മുദു എന്നാണ് പേര്, അവനെ രക്ഷപ്പെടുത്തി കിനാരെ പർ പഹുഞ്ചായ. ഫിർ പലക് ജബ്തേ ഹി 10 വർഷീ ഗണേശ് കോ. പിന്നീട് രക്ഷപ്പെട്ടത് ആരെയായിരുന്നു? 10 വയസ്സുള്ള ഗണേശന. അപ്പൊ എത്ര വയസ്സുള്ള കുട്ടികളുടെ പേര് എന്തൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യനില്. അപ്പൊ അതുകൂടി നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തു. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? നേരത്തെ ക്ലാസ്സിൽ മാർക്ക് ചെയ്തുകൊണ്ടാണ് ഇപ്പൊ ഓടിച്ച് വായിച്ചു പോകുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3, നേത്രാവതി ने डूबते हुए बच्चों को कैसे बचाया? എങ്ങനെയാണ് രക്ഷപ്പെട്ടത് ആ കുട്ടികളെ? നമ്മൾ ആ പാരഗ്രാഫിൽ തന്നെ ഏറ്റവും മുകളിൽ നമ്മൾ മാർക്ക് ചെയ്തു. നേത്രാവതി ने जैसे ही उन्हें डूबते देखा बिना समय गंवाए उसने तालाब में छलांग लगा दी. അതായത് നേത്രാവതി ആ കുട്ടികൾ മുങ്ങിത്താഴുന്നത് കണ്ടപ്പോ തന്നെ അവൾ എന്ത് ചെയ്തു? കുളത്തിലേക്ക് എടുത്തു ചാടി. അല്ലേ? അങ്ങനെ രക്ഷപ്പെടുത്തിനി. ഇനി നേത്രാവതിക്കോ എന്താണ്? നേത്രാവതിക്കോ മരണോപരാന്ത് സമ്മാനിത് ക്യോ ദിയാ ഗയാ? പ്രധാനമന്ത്രി ദ്വാര. ഫസ്റ്റ് പാരഗ്രാഫിൽ പേജ് നമ്പർ 25 ഫസ്റ്റ് പാരഗ്രാഫിലുണ്ട്. പ്രധാനമന്ത്രി ദ്വാര മരണോപരാന്ത് രാഷ്ട്രീയ വീരതാ പുരസ്കാർ സേ സമ്മാനിത് കിയാ ഗയാ. മരിച്ചതിന് ശേഷം പ്രധാനമന്ത്രിയുടെ രാഷ്ട്രീയ വീരതാ പുരസ്കാർ ആണ് ലഭിച്ചത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, इस घटना से आपको क्या प्रेरणा मिलती है? ഈ സംഭവത്തോടെ, ഈ കഥയോടുകൂടി നിങ്ങൾക്ക് എന്ത് പ്രേരണയാണ് ലഭിക്കുന്നത്? നമ്മളെ
പാടുക ഉദ്ദേശിക്കുന്നില്ല കോളത്തിൽ മാർക്ക് ചെയ്തു അല്ലേ? മാർക്ക് ചെയ്തില്ലേ അഞ്ചാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ? സാഹസ് ഔർ ജോയലിന്റെ വായിൽ എന്താ ഇടുന്നടാ? साहस और निस्वार्थ भाव से कार्य करने के लिए प्रेरित करना. निता वीडियो ऑन ചെയ്തേ. साहस और निस्वार्थ भाव से कार्य करने के लिए प्रेरित करना. ക്ലാസ് കഴിഞ്ഞവരെ വീഡിയോ ഓഫ് ചെയ്യണ്ട ട്ടോ. ഞാൻ വീഡിയോ ഓൺ ആക്കിയിട്ടല്ലേ. ഇടയ്ക്കിടയ്ക്ക് ഓഫായി പോകുന്നുണ്ട്. കൈയൊക്കെ മാറ്റി വെച്ചിരിക്കും, അറിയാതെ നീങ്ങി പോകുന്നുണ്ടോ? 5 ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങളെ നോട്ട്ബുക്കിലേക്ക് എഴുതണം. ഇനി അടുത്തത് ടെക്സ്റ്റ് ബുക്കിലെ വർക്കാണ് പറയാൻ പോകുന്നത്. വേഗം വേഗം ചെയ്തോ. ഫസ്റ്റ് വാക്യ പഠിക്കർ സഹി അഥവാ ഗലത് കാ നിശാൻ ലഗാവോ. സെന്റൻസ് വായിക്കുക. ശരിയാണെങ്കിൽ ടിക്ക് ആണെങ്കിൽ ടിക്ക് ഇടുക, തെറ്റാണെങ്കിൽ ട്രൂ ഓർ ഫാൾസ്. അതിൽ ഫസ്റ്റ് സെന്റൻസ് ട്രൂ ആണ്, അതിലുണ്ട് എക്സാമ്പിൾ. നേത്രാവതി സാഹസി ബച്ചോ മേം സെ ഏക് ഥി. നേത്രാവതി ധൈര്യമുള്ള കുട്ടികളിലെ ഒന്നായിരുന്നു. ശരി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നേത്രാവതി കാ ജന്മ കേരള രാജ്യമേ ഹുവാ ഥാ. കേരളത്തിലാണോ നേത്രാവതി ജനിച്ചത്? നോ. തെറ്റിട്ടോ? ഓക്കെ, തെറ്റ്. ഫാൾസ്. തേർഡ്, നേത്രാവതി താലാബ് കെ കിനാരെ ബർത്തൻ ധോ രഹി ഥി. നേത്രാവതി കുളത്തിന്റെ സൈഡിൽ നിന്ന് പാത്രം കഴുകുകയായിരുന്നു. പാത്രം കഴുകുകയാണോ? തുണി അലക്കുകയായിരുന്നു. നാലാമത്തത്, ഗണേശനെ നേത്രാവതി കാ ഗല പക്കഡ് ലിയ. ഗണേശൻ നേത്രാവതിയുടെ കഴുത്തിന് കയറി പിടിച്ചു. ശരിയോ തെറ്റോ? ല്ലേ? ശരിയാണ്. അങ്ങനെയാണ് നേത്രാവതി മരിക്കുന്നത്, അവൾക്ക് ശ്വാസം എടുക്കാൻ പറ്റാത്തോണ്ട്. 5, കിനാരെ തക്ക് ആത്തെ ആത്തെ നേത്രാവതി കാ ദം ഘുട്ട് ഗയാ. തീരത്തോട് അടുക്കുമ്പോഴേക്കും നേത്രാവതി ബോധരഹിതയായിരുന്നു, ബോധമില്ലാതായി തീർന്നു. ട്രൂ. ശരിട്ടോളൂ. മിസ് രണ്ടാമത്തെയും മൂന്നാമത്തെയും പറഞ്ഞോ? 2, 3 തെറ്റ്. ഫാൾസ്. 1 ശരി, 2 തെറ്റ്, 3 തെറ്റ്, 4, 5 ശരി. ഓക്കെ ആണല്ലോ. 3 ശരി, 2 2, 3 തെറ്റ്, 4, 5 ശരി. इनी दिए गए शब्दों के सही विलोम शब्द पर घेरा लगाओ. ഒരുപോലെയുള്ള 3 വാക്കുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? മാർക്ക് ദ സർക്കിൾ ഓൺ കറക്റ്റ് ഓപ്പോസിറ്റ് ഫോർ ദ ഗിവൺ വേർഡ്. കറക്റ്റ് ആയ ഓപ്പോസിറ്റ് വേർഡിന് ഒരു സർക്കിൾ വരയ്ക്കുക. എന്തായി എറിക്കേ? അതിൽ ഫസ്റ്റ് വീർ. വീർ എന്നുള്ളതില് കായർ, സാഹസി, നിർഭയ്. അതിലേതാ കറക്റ്റ് വേർഡ്? കായർ എന്നുള്ളതിന് സർക്കിൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇനി നമുക്ക് രണ്ടാമത്തിന് നമുക്ക് വരയ്ക്കാം. മർണ, മരൺ, ജന്മ, ജീന. മർണ എന്നുള്ളതിന് ഓപ്പോസിറ്റ് വേർഡ് കറക്റ്റ് ആയത് ഏതാണെന്നറിയോ? ജീന. ജീന എന്നുള്ളത് സർക്കിൾ വരച്ചേ. ലാസ്റ്റ് വണ്ണ് സർക്കിൾ വരക്ക്. ജീന. നെക്സ്റ്റ് ചുരു. ചുരു എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് വേർഡ് സമാപ്ത്, പ്രഥം, ആഖിരി. ചുരു, സമാപ്ത്. ചുരു എന്നുള്ളതിന്റെ കറക്റ്റ് ഓപ്പോസിറ്റ് വേർഡ് എന്താണ്? സമാപ്ത്. സർക്കിൾ വരക്കുക. സമാപ്ത്. ആരാണ്? പറഞ്ഞോളൂ. പറഞ്ഞോളൂ. സമാപ്ത് എന്നുള്ളതിന് സർക്കിൾ വരക്കുക.
ലാസ്റ്റ് വൺ ഡൂബിന. മർന, തൈർന, വജ്ന. ഡൂബിന പറഞ്ഞാൽ മുങ്ങുക, മുങ്ങിത്താഴുക. അപ്പൊ അതിൽ ഏതാ കറക്റ്റ് ആൻസർ? ഭജന, രക്ഷപ്പെടുക. ബജ്ന. ബജ്ന അതിന്റെ സർക്കിൾ വരച്ചോളൂ. ഇനി അടുത്തത് പേജ് നമ്പർ 29. ജൂലിയെ വിളിച്ചേർന്നോ? ജൂലിയൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞായിരുന്നോ? ജോമല, റിലു, എന്താ റിലു? മൂന്നാമത്തെ അർത്ഥം സമാപ്ത് എന്നുള്ളതിനാണ് സർക്കിൾ വരക്കണ്ട്. സമാപ്ത് ആദ്യത്തെ. ഡൂബന എന്നുള്ളതിന് ഭജന. ഓക്കെ അല്ലേ? ഇനി പേജ് നമ്പർ 29. ഇതൊക്കെ ഇന്ന് എനിക്ക് അയച്ചു തരുന്ന 8 മണി വരെ സമയമുണ്ട്. 8 മണിക്കുള്ളിൽ എല്ലാവരും അയക്കണം. അവരവരുടെ പേര് കൂടി മാർക്ക് ചെയ്തിട്ട് അയക്കുക. पेज नंबर 29 दिए गए शब्दों के समानार्थी शब्द ढूंढकर लिखो. ബ്രാക്കറ്റിൽ അതിന്റെ പര്യായ പദങ്ങൾ കൊടുത്തിട്ടുണ്ട്, കണ്ടുപിടിച്ച് എഴുതുക. ഫസ്റ്റ് കഹാനി, കഥ കൊടുത്തിട്ടുണ്ട്, ഒന്നുകൂടി വേണം. ഏതാ അത്? ഏഴാമത്തെ വേർഡ് കിസ്സ. കഥ, കിസ്സ. ഞാനിപ്പോ ഒരു കാര്യം ക്ലാസ് കഴിഞ്ഞ ഉടനെ ഗ്രൂപ്പിലിടാം. അതിന്റെ ഫോട്ടോ എടുത്ത് അയച്ചുതരാം. അത് നോക്കി കംപ്ലീറ്റ് ആക്കണേ. താലാബ്, താൽ, സരോവർ. പര്യായ പദങ്ങള് ബ്രാക്കറ്റിലുണ്ട്. കപ്പട, വസ്ത്ര, വസൻ. പാനി, നീർ, ജൽ. സമയ, കാൽ, അവധി. അപ്പൊ ഇത് ഞാൻ ഗ്രൂപ്പിൽ അയച്ചു തരും. നിങ്ങൾ അത് നോക്കി കൃത്യമായി എഴുതിയെടുക്കാം. നെക്സ്റ്റ് പേജില് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാക്യം കോ ശുദ്ധ കർക്കെ ലിഖോ. സെന്റൻസ് തിരിച്ചും മറിച്ചിട്ടാണുള്ളത്, തെറ്റിയിട്ടാണ് എഴുതിയിട്ടുള്ളത്, ഓർഡർ അല്ല. അത് കറക്റ്റ് ദ ഫോളോവിങ് സെന്റൻസസ് ആൻഡ് റൈറ്റ്. സെന്റൻസ് കറക്റ്റ് ആക്കിയിട്ട് എടുത്തെഴുതണം. ഫസ്റ്റ് ഏക് ദി സാഹസി നേത്രാവതി ലടുക്കി. അതെന്തായി മാറി? നേത്രാവതി ഏക് സാഹസി ലടുക്കി ദി. അതുപോലെ രണ്ടാമത് താലാബ് ധാ ഫീറ്റ് ഗഹരാത്തി. അതെങ്ങനെ വായിക്കാം? താലാബ് 30 ഫീറ്റ് ഗഹരാഥ. താലാബ് 30 ഫീറ്റ് ഗഹരാഥ. നിങ്ങൾ ഒരു തവണ പ്രസന്റ് ടൈപ്പ് ചെയ്തിരുന്നില്ലേ? ഇപ്പൊ ടൈപ്പ് ചെയ്തവരുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്ത വേഗം. ഒരു തവണ മാത്രം, 5-6 പ്രാവശ്യം വേണ്ട. ഇനി അടുത്തത് ഉസ്നെ ലഗാ ചലാങ്ക് താലാബ് മേ ദി. എന്തായി മാറും? उसने तालाब में छलांग लगा दी. उसने तालाब में छलांग लगा दी. थर्ड वन हमें है गर्व उस पर हमें गर्व है. उस पर हमें गर्व है. तारे अंग्रेजी में अर्थ लिखो. राइट मीनिंग इन इंग्लिश. इंग्लिश लेके എഴുതണം. അത്ഭുത, യുണീക്ക് അല്ലേ? വീരൻ, ഹീറോ.
छलांग जंप, घबराहट नर्वसनेस, गणतंत्र दिवस रिपब्लिक डे, गर्व प्रौड. ഓക്കെ, ആ നിന്റെ നെറ്റിന്റെ പ്രശ്നമാണ്, ബാക്കി എല്ലാവർക്കും പ്രശ്നമില്ല. ഓക്കെ, അപ്പൊ ഇത്രയും വർക്കുകളാണ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത്. ഇവ എന്ത് ചെയ്യണം? മിസ് ക്ലാസ് കഴിഞ്ഞ ഉടനെ ഗ്രൂപ്പിൽ അയച്ചു തരും. അത് നോക്കി ടെക്സ്റ്റും നോട്ടും കംപ്ലീറ്റ് ആക്കിയിട്ട് മാത്രമേ എനിക്ക് അയക്കേണ്ടതുള്ളൂ. അല്ലാതെ കുറച്ച് വേർഡ് മീനിങ് എഴുതി അത് അയച്ചു, പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ എഴുതി അത് പിന്നെ 2 ദിവസം കഴിയുമ്പോൾ അയച്ചു, അങ്ങനെ വേണ്ട. എല്ലാം എഴുതി കഴിഞ്ഞിട്ട് മാത്രം. എപ്പോ എഴുതി കഴിഞ്ഞോ ആ സമയത്ത്. രാത്രി 8 മണി വരെ മിസ് സമയം തന്നിട്ടുണ്ട്. ഇന്ന് 8 മണിക്ക് മുന്നേ അയച്ചു തരിക. ഓക്കെ, അപ്പൊ ആ ലെസൺ ഒന്നും കൂടി എടുത്തോ, മിസ് വായിച്ചു തരാം. എല്ലാവരുടെ കൈവരല് വായിക്കുന്നതിന്റെ ഇടയിൽ ഇങ്ങനെ നീങ്ങി പോകണം. കിട്ടാത്ത വാക്കുകൾ പഠിച്ചു വെക്കും. നിങ്ങളെ ഞാൻ വായിപ്പിക്കുന്നതാണ്. ഒന്ന് എല്ലാവരും എടുത്തു വെച്ചേ. സാഹസി നേത്രാവതി. എടുത്തു വെച്ചോ? റിലു റെഡി അല്ലേ? ओके, मिस वाइचरा ശ്രദ്ധിച്ചോ. कहते हैं वीरों की उम्र नहीं देखी जाती, सच्चे वीर बचपन से ही अद्भुत साहस से भरे होते हैं. कम से कम नेत्रावती के साहस की कहानी तो यही कहती है. नेत्रावती उन साहसी बच्चों में से एक है जिसे गणतंत्र दिवस के अवसर पर प्रधानमंत्री द्वारा मरणोपरांत राष्ट्रीय वीरता पुरस्कार से सम्मानित किया गया. कर्नाटक में जन्मी नेत्रावती की अवस्था उस समय लगभग 14 वर्ष की थी जब यह घटना घटी. एक दिन जब वह तालाब के पास कपड़े धो रही थी, तब उसने देखा कि 2 लड़के वहां आए और उन्होंने तालाब में डुबकियां लगाना शुरू कर दिया. ടെക്സ്റ്റ് ബുക്ക് നോക്കിയേ, എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് നോക്കി, എന്നെ നോക്കിയിരിക്കല. शायद उन्हें तालाब की गहराई का कोई अंदाजा ही नहीं था. नेक्स्ट पेज ले. नेत्रावती कपड़े तो धो रही थी, लेकिन उसका पूरा ध्यान इन बच्चों पर ही था. जैसे वह जानती हो कि इन बच्चों को तालाब की गहराई का अंदाजा नहीं है. तालाब लगभग 30 फीट गहरा था. थोड़ी देर तो वे तालाब में मजे से नहाते रहे, लेकिन कुछ ही देर बाद दोनों पानी की गहराई में डूबने लगे. नेत्रावती ने जैसे ही उन्हें डूबते देखा, बिना समय गंवाए उसने तालाब में छलांग लगा दी. पहले उसने अपने से बड़े 16 वर्ष के मुदु को बचाया. पलक झपकते ही 10 वर्षीय गणेश को बचाने के लिए तालाब में कूद पड़ी. नेत्रावती जब गणेश को बचाने में जुटी थी, तब गणेश ने घबराहट में नेत्रावती के गले को जोर से पकड़ लिया. नेत्रावती गणेश को किनारे पर पहुंच जाने की कोशिश में चाहकर भी खुद को उसकी पकड़ से बचा नहीं पाई और किनारे तक आते आते नेत्रावती का दम घुट गया. उसकी सांसें हमेशा के लिए थम गई. सांसें थमने से पहले उसने जिस साहस का परिचय दिया
वैसा साहस कुछ ही लोगों में होता है। नेत्रावती की बहादुरी पर हमें गर्व है, जिसने अपने प्राणों की बाजी लगाकर दूसरों के प्राणों की रक्षा की। വായിച്ചത് മുഴുവനും കേട്ടല്ലോ. ആരാ മിസ്സിന് ഫസ്റ്റ് വായിച്ചിരുന്നത്? ഉറക്കെ വായിക്കണല്ലോ. ജോഹാന വായിക്കുന്നുണ്ട്. ഒരു മിനിറ്റ്. ആരത്? റിലുവാ? ജോഹാന വായിക്കട്ടെ. എന്നിട്ട് റിലു വായിച്ചോ. ജോഹാന വായിച്ചോ. അൺമ്യൂട്ട് ആക്കുമ്പോളെ. ആവുന്നില്ല. ജോഹാന ഇപ്പൊ ഒന്ന് പറഞ്ഞേ. ഇല്ല, കേൾക്കുന്നില്ല. എന്നാൽ റിലു വായിക്കുന്നത് ശ്രദ്ധിച്ചോളൂ. റിലു വായിച്ചോ. रिलू वीरेन की उम्र नहीं देखी जाती सच्चे वीर बचपन से ही अद्भुत साहस से बड़े होते हैं। ജോസഫ് ഇടയ്ക്കിടയ്ക്ക് എങ്ങോട്ടാ മുങ്ങുന്നടാ? साहस की कहानी तो यही कहती है। नेत्रवती उन साहसी बच्चे में से एक है जिसे गणतंत्र दिवस को प्रधानमंत्री द्वारा मरणोपरांत वीरता पुरस्कार से सम्मानित किया गया। ഇനി അനിര മതി. ഇനി അടുത്തത് ആരാണ്? ബെനീറ്റ വായിച്ചോ. സെക്കൻഡ് പാരഗ്രാഫ്. കേൾക്കുന്നില്ല, ഒന്നും കേൾക്കുന്നില്ലായിരുന്നു. രണ്ടാമത്തെ പാരഗ്രാഫ് ബെനീറ്റ വായിക്കുന്നുണ്ട്. ശ്രദ്ധിക്ക് ബെനീറ്റ. कर्नाटक में जन्मी नेत्रावती की अवस्था उस समय लगभग 14 वर्ष की थी। ടെക്സ്റ്റ് ബുക്ക് ഒന്നും വായിക്കില്ല തോന്നുന്നുണ്ട്. ഹിന്ദിയിലെ അക്ഷരങ്ങൾ അറിയില്ലേ ബെനിറ്റ? ഹിന്ദിയിലെ അക്ഷരങ്ങളൊന്നും അറിയില്ലെങ്കിൽ ഒന്ന് പേഴ്സണലായിട്ട് ഒന്ന് മിസ്സിന് വാട്സാപ്പിൽ അയക്കണേ. അക്ഷരങ്ങൾ മുഴുവനും പഠിക്കണം. ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. जब यह घटना घटी
തീരെ വായിക്കാൻ കിട്ടുന്നില്ല ബെനീറ്റ, ബുദ്ധിമുട്ടന്നെ തീരെ വായിക്കാൻ? പൊതുവെ വീട്ടിൽ നിന്ന് വായിക്കാറുണ്ടോ ടെക്സ്റ്റ് ബുക്ക് ഹിന്ദിയുടെ? മൂത്തൊക്കെ സത്യാവസ്ഥ പറഞ്ഞോ? അതിനൊന്നുമില്ല, മിസ്സും നിന്റെ ക്ലാസ്സിലെ ഫ്രണ്ട്സും ആണ്. വായിക്കാറില്ലെങ്കിൽ എനിക്ക് വായിക്കാൻ അറിയില്ല, സത്യം തുറന്നു പറയുന്നത് better. എന്താണ് മോനെ? ജോമലാൻ ജോൽ എന്താ പറഞ്ഞത്? മിസ് ഒന്നും കേൾക്കുന്നില്ല. ആഹാ, ഞാൻ ബെനീറ്റയോടാ ചോദിക്കുന്നത്. ബെനീറ്റ വായിക്കാൻ ബുദ്ധിമുട്ടാണോ? പൊതുവെ വായിക്കാറുണ്ടോ ഹിന്ദിയിലെ ലെസൺ? ഇല്ല. പറ, എന്റെ സത്യാവസ്ഥ എന്ന് പറ. ഇടയ്ക്ക് എപ്പോഴെങ്കിലേ വായിക്കാറുള്ളൂ. ഈ വർഷം വായിച്ചിട്ടില്ല, അതിലാരും വ്യക്തമായി. അതാണ് സത്യം. ടെക്സ്റ്റ് ബുക്ക് നോക്കണം കേട്ടോ, ഇടക്കിടക്ക് വാക്കുകൾ പഠിക്കണേ. തീരെ ടച്ചിങ് ഇല്ലെങ്കിൽ ഹിന്ദി വിട്ടുപോകും. ഇനി ഓക്കെ, ബാക്കിയുള്ള ആരെ വായിപ്പിക്കേണ്ടത്? സെൽന വായിച്ചോ, സെൽന. അതിന്റെ ബാക്കി ക്ലാസ് കട്ടാവും മോളെ, വേഗം വായിച്ചോ. एक दिन जब वह तालाब के पास कपड़े धो रही थी, अब उसने देखा कि दो लड़के वहां आए और उन्होंने तालाब में टूक किया, लगाना शुरू कर दिया। शायद उन्होंने तालाब की गाय रहे का कोई अंदाजा ही नहीं था। कोई अंदाजा ही नहीं था। नेत्रावती कपड़े तो